വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. 16ാം നിയമസഭയിലെ മന്ത്രിമാരെയും വകുപ്പുകളെയും പറ്റി എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ മുഖ്യമന്ത്രിയെ പറ്റി നോക്കാം. VD സതീശനാണ് കേരള നിയമസഭയുടെ 16ാമത് മുഖ്യമന്ത്രി. പറവൂരിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം. മുമ്പ് മന്ത്രിയാകാതെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. പൊതുഭരണം, നിയമം, ധനകാര്യം, തുറമുഖം, ലോട്ടറി, സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും വകുപ്പുകളാണ് VD സതീശൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. പൊതുഭരണം, നിയമം, ധനകാര്യം, തുറമുഖം, ലോട്ടറി, സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്തതായി PK കുഞ്ഞാലിക്കുട്ടിയെയാണ് പറയാൻ പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. IT, വ്യവസായം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മന്ത്രിസഭയിൽ 6ാമത്തെ ഊഴമാണ് അദ്ദേഹത്തിന്. 9 തവണ MLA ആയി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അടുത്തതായി ശ്രീ രമേശ് ചെന്നിത്തലയെ പറ്റിയാണ് പറയുന്നത്. മുൻ KPCC പ്രസിഡന്റായും പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു. മുമ്പ് 3 തവണ മന്ത്രിയായി. ഹരിപ്പാട് നിന്നാണ് അദ്ദേഹം നിയമസഭാ മണ്ഡലത്തിൽ എത്തുന്നത്. ആഭ്യന്തരം, വിജിലൻസ്, കയർ എന്നീ വകുപ്പുകളാണ് ശ്രീ രമേശ് ചെന്നിത്തല ചുമതല വഹിക്കുന്നത്. അടുത്തതായി ശ്രീ സണ്ണി ജോസഫിനെ പറ്റിയാണ് പറയുന്നത്. നിലവിലെ KPCC പ്രസിഡന്റാണ് അദ്ദേഹം. നിയമസഭയിലെത്തുന്നത് 4ാം തവണയാണ്. പേരാവൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം ചുമതല വഹിക്കുന്നത്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യങ്ങൾ. അടുത്തതായി KPCC മുൻ വർക്കിംഗ് പ്രസിഡന്റായ T. സിദ്ദിഖാണ്. അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ ചുമതലയാണ് വഹിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് 2ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. മന്ത്രി പദവിയിലെത്തുന്നത് ആദ്യമായിട്ടും. RSP സംസ്ഥാന സെക്രട്ടറിയും വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഷിബു ബേബി ജോണാണ് അടുത്തത്. വനം, നൈപുണ്യ വികസനം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം ചുമതല വഹിക്കുന്നത്. ചവറയിൽ നിന്നുള്ള MLA ആണ്. നിയമസഭയിൽ 3ാം തവണയാണ് അദ്ദേഹം എത്തുന്നത്. മന്ത്രിയായി 2ാം തവണയും. മുൻ മന്ത്രി ബേബി ജോണിൻ്റെ മകനാണ് ഷിബു ബേബി ജോൺ. അടുത്തതായി റോജി M. ജോൺ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അങ്കമാലിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. നിയമസഭയിലെത്തുന്നത് 3ാം തവണയാണ്. എന്നാൽ മന്ത്രി പദവിയിലെത്തുന്നത് ആദ്യമായിട്ടാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി M. ജോൺ. മുസ്ലിം ലീഗ് നേതാവും മുൻ ചീഫ് വിപ്പ് P. സീതാ ഹാജിയുടെ മകനുമായ PK ബഷീറാണ് അടുത്തത്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയാണ് വഹിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ നിന്ന് 2011 മുതൽ അദ്ദേഹം സഭയിലുണ്ട്. അടുത്തത് PC വിഷ്ണുനാഥ്. ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. കുണ്ടറയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. സഭയിലെത്തുന്നത് 4ാം തവണയുമാണ്. അടുത്തത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകനുമായ K. മുരളീധരനാണ്. ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്നാണ് അദ്ദേഹം നിയമസഭാംഗമായി എത്തിയത്. 4 തവണ MP ആയിട്ടുണ്ട്. നിയമസഭയിൽ ഇത് 3ാം തവണയുമാണ്. അടുത്തത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും KPCC വൈസ് പ്രസിഡന്റുമായ M. ലിജു ആണ്. എക്സൈസ്, സഹകരണം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കായംകുളത്തു നിന്നുള്ള MLA ആണ് M. ലിജു. അദ്ദേഹം നിയമസഭയിലെത്തുന്നത് ആദ്യമായിട്ടാണെങ്കിലും അരങ്ങേറ്റം മന്ത്രിയായി തന്നെയാണ്. അടുത്തത് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസ് ജോസഫാണ്. ജലവിഭവ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കടുത്തുരുത്തിയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. നിയമസഭയിലെത്തുന്നത് 6ാം തവണയും മന്ത്രിയാകുന്നത് 2ാം തവണയുമാണ്. അടുത്തതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കായികം, യുവജനക്ഷേമം എന്നീ വകുപ്പിൻ്റെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആദ്യമായാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. സഭയിലേക്കുള്ള ആദ്യ പ്രവേശനം തന്നെ മന്ത്രിയായാണ്. കായികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകളാണ് OJ ജനീഷ് നിർവഹിക്കുന്നത്. അടുത്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ KM ഷാജി. വേങ്ങരയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. അഴീക്കോട് നിന്ന് 2 വട്ടം MLA ആയിട്ടുണ്ട്. എന്നാൽ മന്ത്രി പദവിയിലെത്തുന്നത് ആദ്യമായും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായാണ് KM ഷാജി സഭയിലെത്തുന്നത്. അടുത്തതായി KPCC ജനറൽ സെക്രട്ടറിയും കോളേജ് അധ്യാപികയുമായ KA തുളസിയാണ്.
പട്ടികജാതി ക്ഷേമം, പിന്നാക്ക വിഭാഗക്ഷേമം എന്നീ വകുപ്പുകളാണ് കെ എ തുളസി നിർവഹിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിന്നുള്ള MLA ആണ് കെ എ തുളസി. പാലക്കാട് MP വി കെ ശ്രീകണ്ഠനാണ് കെ എ തുളസിയുടെ ഭർത്താവ്. അടുത്തത് VE അബ്ദുൾ ഗഫൂർ. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് ഇദ്ദേഹം. ഫിഷറീസ്, സാമൂഹ്യനീതി എന്നീ വകുപ്പുകളാണ് ഇദ്ദേഹം ചുമതല വഹിക്കുന്നത്. അടുത്തത് CMP ജനറൽ സെക്രട്ടറിയും SFI മുൻ സംസ്ഥാന പ്രസിഡന്റുമായ CP ജോണാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള MLA ആണ് അദ്ദേഹം. നിയമസഭയിൽ എത്തുന്നത് ആദ്യമായാണ്. അടുത്തതായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷയുമായ ബിന്ദു കൃഷ്ണയാണ്. തൊഴിൽ, ക്ഷീരവികസനം, വനിതാ ശിശുക്ഷേമം എന്നീ വകുപ്പുകളാണ് ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത്. കൊല്ലത്ത് നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. മന്ത്രിപദവിയിലും നിയമസഭയിലും ആദ്യമായാണ് ബിന്ദു കൃഷ്ണ എത്തുന്നതും. അടുത്തത് KPCC വർക്കിംഗ് പ്രസിഡന്റായ AP അനിൽകുമാറാണ്. അദ്ദേഹം റവന്യൂ വകുപ്പിൻ്റെ ചുമതലയാണ് നിർവഹിക്കുന്നത്. മന്ത്രിയായി എത്തുന്നത് 3ാമത്തെ തവണയാണ്. വണ്ടൂരിൽ നിന്ന് 6ാമത്തെ തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. അടുത്തതായി മുൻ മന്ത്രി TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ്. ഭക്ഷ്യ പൊതുവിതരണം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പിറവത്ത് നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. നിയമസഭയിലെത്തുന്നത് 4ാം തവണയും മന്ത്രി പദവിയിലെത്തുന്നത് 2ാം തവണയുമാണ് അനൂപ് ജേക്കബ്. അടുത്തത് N ഷംസുദ്ദീൻ. പൊതുവിജ്ഞാനം, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ വികസനം എന്നീ വകുപ്പുകളാണ് N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.